വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് ഉണ്ടാക്കിയത് എന്തിനാണ്? മനുഷ്യര് നമുക്ക് വേണ്ടിയാണ് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് ഉണ്ടാക്കിയത്. ആന പറഞ്ഞിട്ടല്ല. വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് ഉണ്ടാക്കിയത് ആനയും ഷിബുവാനും പറഞ്ഞിട്ടല്ല. നമ്മുടെ ഈ ഭരണഘടനാപരമായ ബാധ്യതകൾ കണക്കിലെടുത്തും പിന്നെ ഈ ആനിമൽസിനെയൊക്കെ നമ്മൾ യഥാസമയം ഇടപെട്ട് പരിരക്ഷിച്ചില്ലെങ്കിൽ അവയൊക്കെ വംശനാശം വന്ന് പോകുമെന്നും അങ്ങനെ വംശനാശം വന്ന് പോകുന്നത് മനുഷ്യരാശിക്ക് ദുരിതകരമായിരിക്കും എന്നുമുള്ള ഒരു അറിവിന്റെ വെളിച്ചത്തിൽ പാർലമെന്റ് ഈ നിയമം പാസാക്കി വെച്ചിരിക്കുന്നതാണ്. അപ്പൊ 72 പാസാക്കിയ നിയമം ഈ വന്യജീവികളുടെ സംരക്ഷണത്തിന് ആവശ്യമായിട്ടുള്ള ഒരുപാട് നിർദ്ദേശങ്ങള്, ചട്ടവട്ടങ്ങള്, സ്ഥാപനങ്ങള്, പിന്നെ നിയമപരമായിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇതെല്ലാം പിന്നെ അത് നിർവഹിച്ചിട്ടുണ്ട്. അക്കൂട്ടത്തിൽപ്പെട്ട ഒരെണ്ണമാണ് ഈ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി എന്ന് പറഞ്ഞ ഒരു സ്ഥാപനം. ടൈഗർ കൺസർവേഷൻ അതോറിറ്റി, പിന്നെ വൈൽഡ് ലൈഫ് ബോർഡ്, നാഷണൽ വൈൽഡ് ലൈഫ് ബോർഡ് എന്ന് പറഞ്ഞ ഒരു വൈൽഡ് ലൈഫ് ബോർഡുണ്ട്, സ്റ്റേറ്റ് വൈൽഡ് ലൈഫ് ബോർഡ് എന്ന് പറഞ്ഞൊരു ബോർഡുണ്ട്, നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി ഉണ്ട്, നാഷണൽ സൂ അതോറിറ്റി ഉണ്ട്. ഈ സ്ഥാപനങ്ങളും എല്ലാം ഈ നിയമത്തിന്റെ നിയമപ്രകാരം സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളതായ ഷെഡ്യൂൾ 1 പ്രാധാന്യം കണക്കാക്കിയിട്ട് പൂമ്പാറ്റ അടക്കം ഷെഡ്യൂൾ 1 ഏറ്റവും പ്രധാനപ്പെട്ടത്. ചില പക്ഷികൾ, തീരെ ഇല്ലാത്ത പക്ഷികൾ, ഇതൊക്കെ ഷെഡ്യൂൾ 1 ഉണ്ട്. കാക്കയും പ്രാവൊക്കെ പെടും. കാക്കയും പ്രാവൊന്നും പെടില്ല, പക്ഷെ വളരെ പ്രധാനപ്പെട്ട. പക്ഷെ പലപ്പോഴും നമ്മൾ കാണുന്നുണ്ടാവും, എന്നാലും എണ്ണത്തിൽ വളരെ കുറവായ കുറെ അധികം ഷെഡ്യൂൾ 1, പാർട്ട് 2 ഷെഡ്യൂൾ 2 പ്രധാനപ്പെട്ട. അല്ല, ഞാൻ ചോദിച്ചത് നമ്മളത് വളർത്തിയാലും ശിക്ഷയാണ്. അതിനെ വളർത്തണമെങ്കിൽ തന്നെ അതിന് ഈ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ അനുവാദത്തോടുകൂടി മാത്രമേ അതിനെ വളർത്താൻ പറ്റുള്ളൂ. ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ അനുവാദത്തോടുകൂടി അല്ലാതെ ഈ ആനിമൽസിനെ നമ്മൾ സൂക്ഷിക്കുന്നതോ കൈവന്ന് കിട്ടുന്നതോ ഷെഡ്യൂൾ 1 എന്ന് പറയുന്ന ആനിമലിനെ, ഷെഡ്യൂൾ 1 മാത്രമല്ല ഷെഡ്യൂൾ 2 പാർട്ട് 2 എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. അപ്പോൾ ഈ ഷെഡ്യൂൾ 1 ഷെഡ്യൂൾ 2 പാർട്ട് 2 ആനിമൽസിനൊക്കെ അതിനൊക്കെ ഉപദ്രവിക്കുന്നതിന് അല്ലെങ്കിൽ ഹണ്ട് ചെയ്യുന്നതിന് 7 കൊല്ലം കാട്ടുന്നതാണ്. 3 കൊല്ലം മിനിമം. വളർത്താൻ പറ്റുന്ന ഈ ഷെഡ്യൂൾ 1 ആ മൃഗങ്ങളെ ഏത് മൃഗത്തെയും വളർത്താം. പക്ഷേങ്കിൽ സാധാരണ അങ്ങനെ ഒരു പെർമിഷൻ കൊടുത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പെർമിഷനേ കൊടുക്കാം. That provision is actually meant for ആന. കേരളത്തിൽ ഇപ്പോൾ ഒരു 700ഓളം നാട്ടാനുണ്ട്. അതിനകത്ത് അപ്പൊ ഈ ആനയെ നമ്മൾ പണ്ടേ വളർത്തിക്കൊണ്ട് തരുന്ന ആനയാണ്. പിന്നെ ഈ സർക്കസുകാർ ചില ആനിമൽസിനെ കൊണ്ടു നടക്കുന്ന പണ്ടേ പതിവുള്ളതാണ്. പിന്നെ മയിലുകൾ, ചില ആളുകൾ മയിലിനെ വളർത്തുന്ന സമ്പ്രദായമുണ്ട്. പിന്നെ മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക്കെ ചിലപ്പോൾ വേറെ ചില മൃഗങ്ങളെയൊക്കെ വളർത്തുന്ന സാംസ്കാരിക പശ്ചാത്തലമൊക്കെ കാണുകയും ചെയ്യും. അപ്പൊ ഇങ്ങനെയൊക്കെ വരുന്ന സാഹചര്യങ്ങളിൽ പക്ഷേ ഈ ഷെഡ്യൂളിനകത്ത് ആന മാത്രമേ ഉള്ളൂ, അല്ലാതെ നാട്ടാന കാട്ടാന എന്ന ഷെഡ്യൂളിനകത്ത് ആന മാത്രമേ ഉള്ളൂ. അപ്പൊ ആനകളെ വളർത്തണമെങ്കിൽ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ പെർമിഷൻ വേണം. അപ്പൊ ചീഫ് വൈൽഡ് ലൈഫ് വാർഡ് നാട്ടാനയാണെങ്കിൽ പെർമിഷൻ കൊടുക്കും. കാരണം എന്താ വെച്ചാൽ നിയമപ്രകാരം അക്വയർ ചെയ്ത നാട്ടാനകൾ നാട്ടിലുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ ചില അപൂർവമായിട്ട് ചില സൂകളിലൊക്കെ ആനകളുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ നിയമപ്രകാരം വളർത്തേണ്ടി വരുന്ന സാഹചര്യങ്ങളിൽ അത്തരം ആനകളെ വളർത്താനുള്ള പെർമിഷൻ കൊടുക്കുന്നതിന് വേണ്ടിയാണ് ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ പെർമിഷനോടുകൂടി ഇതിനെ വളർത്താം എന്നുള്ള നിഷ്കർഷ വെച്ചിട്ടുള്ളത്. അല്ലാതെ ചീഫ് വൈൽഡ് ലൈഫ് വാർഡിന് ഇഷ്ടമുണ്ടെങ്കിൽ കുറെ ആനകളിനെ വളർത്താൻ പെർമിഷൻ കൊടുക്കാം എന്നുള്ള ഒരു
കാഴ്ചപ്പാടല്ല, ആ നിയമത്തിൻ്റെ കാഴ്ചപ്പാട് ഇപ്പോൾ നിലവിലുള്ളത് ആനിമൽസിനെ പിന്നെ ഓരോരുത്തരും വളർത്തണം എന്നത് പ്രോത്സാഹിപ്പിക്കണം എന്നുള്ളതല്ല നിയമത്തിൻ്റെ കാഴ്ചപ്പാട്. ആനിമൽസിനെ യഥേഷ്ടം അവരുടെ വഴിക്ക് വിടണം എന്നുള്ളതാണ് നിയമത്തിൻ്റെ കാഴ്ചപ്പാട്. അതേപ്പറ്റി കൂടുതൽ പുനർചിന്തനം വേണമോ, കൂടുതൽ അതേപ്പറ്റി ആലോചിക്കണമോ എന്നുള്ളത് ഒരു പബ്ലിക് ഡിബേറ്റിന് പിന്നെ വിഷയമാകാവുന്നതാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്തരം അഭിപ്രായങ്ങൾ ആളുകൾ പറയാറുണ്ട്. ഞാൻ പിന്നെ ഒരു മാനിനെയോ അല്ലെങ്കിൽ ഏതെങ്കിലും മയിലിനെയോ ഒക്കെ ഞാൻ വളർത്താൻ ആഗ്രഹിക്കുന്നു, പക്ഷേ അത് വളർത്താൻ ഇപ്പോൾ നിയമം അനുവദിക്കുന്നില്ല. ഒരു പക്ഷേങ്കിൽ ക്യാപ്റ്റിവിറ്റിയിൽ ആ ആനിമൽ കൂടുതൽ കാലം ജീവിച്ചെന്ന് വരികയും ചെയ്യും. അത് പറഞ്ഞോളെ ഒരു സന്ദർഭവശാൽ ഒരു കാര്യം പറയാം. ചില ആനിമൽസൊക്കെ ക്യാപ്റ്റിവിറ്റിയിലാണ് കൂടുതൽ കാലം ജീവിക്കുന്നത്. കാരണം എന്താണെന്ന് കഴിഞ്ഞാൽ കാട്ടിൽ ജീവിക്കുന്ന ഒരു തരത്തിൽ ഒരു എളുപ്പമുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് ഈ അല്ലേ വലിയ പാടാ. ടൈഗർ വി ഹാവ് ടു ഷോ ഇറ്റ്സ് ബെസ്റ്റ്. അല്ലാതെ മാനിനെ കിട്ടുമൊന്നുമില്ല. മാനിനെ കിട്ടണമെങ്കിൽ ടൈഗറിന് നല്ല പാടുണ്ട്. അപ്പൊ അതിന് ഒരു പ്രേയെ പിടിക്കാൻ, ഒരു തീറ്റമൃഗത്തിനെ പിടിക്കാൻ പറ്റുന്ന അത്ര ആരോഗ്യശേഷി, അത്രയും സ്പീഡ്, അത്രയും കണ്ണുകാഴ്ച, അത്രയും ചെവിയുടെ ശ്രവണശക്തി, നഖത്തിന് അത്രയും മൂർച്ച, കൈക്ക് അത്രയും ശക്തിയൊക്കെ നിലനിൽക്കുന്നിടത്തോളം ഒരു പ്രായം വരെ മാത്രമേ അതിന് ഹണ്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് കഴിയുമ്പോൾ ചെത്തു. ഹണ്ട് ചെയ്യാൻ പറ്റാതെ ആ ടൈഗർ ചെത്തുപോകും. അതേസമയം നമ്മൾ സൂര്യത്താണെങ്കിൽ വീടാക്കി വീടായിട്ട് കൊടുക്കുന്നതുകൊണ്ട് അത് കുറെ കൂടുതൽ കാലം ജീവിച്ചേക്കും. പക്ഷേങ്കിൽ ഞാനൊരു ടൈഗർ ആയിരുന്നെങ്കിൽ ഇത് ഏത് ഞാൻ സ്വീകരിക്കുമായിരുന്നു കൂടുതൽ കാലം കൂട്ടിക്കിടക്കുമായിരുന്നു ഇഷ്ടമായിരിക്കുമോ അതോ കുറച്ചു കാലം വനത്തിൽ ജീവിക്കാൻ ഇഷ്ടമായിരിക്കുമോ എന്നുള്ളത് ടൈഗറിനോട് തന്നെ ചോദിക്കണം. അല്ലെങ്കിൽ നമുക്ക് അറിഞ്ഞൂടാ. പക്ഷേങ്കിൽ ഫാക്റ്റ് ഇതാണ്. ഫാക്റ്റ് ചിലപ്പോൾ മെനി ആനിമൽസ് ലീവ് ലോങ്ങർ ഇൻ ക്യാപ്റ്റിവിറ്റി എക്സെപ്റ്റ് പെർഹാപ്സ് കോബ്ര. നമ്മുടെ ഈ മൂർഖൻ പാമ്പിനെ പിടിച്ച് കൂട്ടിലിട്ടാൽ ചത്തു. 5-6 മാസം കഴിയുമ്പോഴത്തേക്ക് അത് ചത്തു. അതിനെന്താണ്, അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഒരു പക്ഷേ അതിന് സ്പീഡ് ഓടുന്നത് ജീവിക്കാൻ അതിന് ആവശ്യം. അതിനെ കൂട്ടിലിട്ട് കഴിഞ്ഞാൽ ഒരു കാരണമില്ല 5-6 മാസം കഴിയുമ്പോൾ അതിൻ്റെ ഈ മുതുകിനുള്ള ശൈക്കങ്ങളൊക്കെ അങ്ങോട്ട് ഒരുതരം പ്രത്യേകം ഭംഗിയില്ലാതെ ഷൈനൊക്കെ പോകും. അത് അവിടെയൊക്കെ ഇന്നലെ കേടായിട്ട് ആ മൂക്കിനൊക്കെ പോകും. ഒരു 5-6 മാസം കുട്ടി കൂട്ടിട്ടാൽ എന്നാലും പെരുമ്പാമ്പ് ഇഷ്ടംപോലെ കാലം കൂട്ടിയിടാം. തീറ്റിയെടുക്കാൻ സുഖമായിട്ടിടാം, അതിനെ പോകത്തില്ല. അപ്പോൾ ഓരോ ആനിമലിനും ഓരോ രീതിയാണ്. അപ്പം ഈ ഒരു പബ്ലിക് ഡിബേറ്റിന്റെ വിഷയമാകാൻ ഇടയുള്ളത്, ഇപ്പോഴല്ലെങ്കിൽ പിന്നീടെങ്കിലും വിഷയമാകാൻ ഇടയുള്ള ഒരു കാര്യമാണ് ആനിമൽസിനെ ആകെങ്കിലും യഥേഷ്ടം വളരാൻ അനുവദിക്കണമോ വേണ്ടയോ. അത് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ക്രൈറ്റീരിയൻ എന്ന് പറയുന്നത് ആ ആനിമലിന്റെ വികാരം എന്തായിരിക്കും എന്നുള്ളതാണ് എന്റെ ക്രൈറ്റീരിയൻ. Will I like to be encaged for 15 years or will I like to wander in the wild for 12 weeks? എനിക്കറിഞ്ഞൂടാ. ഈ സർക്കസിലെ കടുവകൾ ഏകദേശം 35 വയസ്സ് വരെ ജീവിതം കഴിച്ചിട്ടുണ്ട്. അതിന് തമാശ, അത് 35 വയസ്സ്, കടുവയ്ക്ക് 15 വയസ്സായിട്ടുള്ളൂ. ഇവര് ഈ വൈദ്യ ഫാക്ടറി നിയമത്തിന്റെ പഴുതുകൾ വെച്ചുകൊണ്ട് ഇവർ ചെയ്തിട്ട് റാണി എന്നൊരു കടുവയ്ക്ക് പേരിട്ടു. ഈ റാണിയുടെ പേരിലുള്ള സർട്ടിഫിക്കറ്റ് ഇത് കഴിയുമ്പോൾ അടുത്ത കടുവ വരുമ്പോൾ അത് അതിന്റെ പേരിൽ റാണിയാണ്. മറ്റൊരു സൈഡിൽ കൂടെ മറവ് ചെയ്തിട്ട് ഈ റാണി പിന്നെ മതി. 35-38 വയസ്സ് വരെ ജീവിത കടുവകളുണ്ടായിരുന്നു. വിദേശ രാജ്യങ്ങളിലൊക്കെ ഇങ്ങനെ മൃഗങ്ങളെ വളർത്താൻ അനുവദിക്കുന്നില്ല. വിദേശ രാജ്യങ്ങളില് ചില സ്ഥലങ്ങളിലൊക്കെ ഇതുപോലെ ആനിമൽസിനെ വളർത്താൻ അനുവദിക്കുന്നുണ്ട്. പിന്നെ പണ്ടക്കാണ്ട് സിംഹത്തെ കൊണ്ട് നടക്കുന്ന ഒരു ചക്രവർത്തിയോ രാജാവോ ആഫ്രിക്കയിലോ സിംഹത്തിനെ കൊണ്ട് നടക്കുന്ന നമ്മൾ കേട്ടിട്ടുണ്ട്. ഇപ്പോഴും മറ്റു രാജ്യങ്ങളിലൊക്കെ ഇതിനെപ്പറ്റി പിന്നെ ഈ നമ്മളെ അത്രയും ഒരു ഈ
ധാർമ്മിക വ്യഥ ഇല്ല ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതെന്താണ് അവരുടെ സാംസ്കാരിക പശ്ചാത്തലം അങ്ങനെയാണ്. അതുകൊണ്ടാണ് അതിനെപ്പറ്റി അത്ഭുതങ്ങളൊന്നുമില്ല. അവരുടെ സാംസ്കാരിക പശ്ചാത്തലം അങ്ങനെയാണ്. സായിപ്പന്മാർക്ക് കുറച്ചുകൂടെ നമ്മളെക്കാളും കുറച്ചുകൂടെ പിന്നെ ഒരു ധാർമ്മിക വ്യഥകളൊക്കെ കുറവ്. ഇവിടെ തന്നെ സായിപ്പന്മാർ ആദ്യമായിട്ട് വന്നപ്പോൾ ഈ വനമെല്ലാം കണ്ടപ്പോഴത്തേക്ക് ആരാ ഇന്നലെ പിന്നെ ഇദ്ദേഹമാണ് പറഞ്ഞത്, ഉണ്ണികൃഷ്ണമാഷ പറഞ്ഞത് അല്ലേ? എന്താ സംഭവിച്ചത്? അവര് വന്നപ്പോൾ നോക്കിയപ്പോഴത്തേക്ക് കാട് കണ്ടവണ്ണം വളർന്നു കിടക്കുന്നു. ഈ ആള് ഉപയോഗമില്ലാത്ത കാടാണ്, ഒരു ഉപയോഗമില്ലാത്ത കാട്. അത് ഒരു വേസ്റ്റഡ് ഈ ഭൂമിയുടെ ലാൻഡ് ലൈങ് വേസ്റ്റ്. അതുകൊണ്ട് ഇതിനെയൊക്കെ ചുട്ട് വെച്ച് അവിടെ തേക്ക് നട്ടണം. കാരണം തേക്കാവുമ്പോൾ കപ്പടൊക്കെ ഉണ്ടാക്കാനുള്ള നല്ല തടിയാണോ, അതുകൊണ്ട് ചുട്ട് വെച്ച് തേക്ക് നട്ടേക്കാം. ശരി, ആ ഒരു ആംഗിള് ശരിയാണ്. ക്ലിയർ, വളരെ ക്ലിയറാണ്. പെർസ്പെക്റ്റീവ് ഇസ് വെരി ക്ലിയർ. കാരണം അന്ന് ഇഷ്ടംപോലെ കാടുണ്ടായിരുന്നത് കൊണ്ട് ഈ കാടില്ലാത്തതിന്റെ ബന്ധപ്പാടൊന്നും ആളുകൾ അറിഞ്ഞില്ല. ഈ നമ്മുടെ എനിക്ക് തോന്നുന്നത് ഇപ്പൊ എംസികൾ പോകുന്ന ആ റൂട്ട് വരെയൊക്കെ കാടൊക്കെ ഉണ്ടായിരുന്ന കാലമൊക്കെ നമുക്കറിയില്ലെങ്കിലും നമ്മുടെ തൊട്ട് പിന്നിൽ തലമുറക്കൊക്കെ അറിയാം. ഈ കാടൊക്കെ ഉണ്ടായിരുന്നു. കോട്ടയം ഭാഗത്ത് വരെയൊക്കെ കാടുണ്ടായിരുന്നു. ഈ കാനം എന്നൊക്കെ ഉള്ള പേരുകൾ കേട്ടാൽ തന്നെ അറിയാം. കാനനം, ഈ കാനം നമ്മുടെ ഇടുക്കിയൊക്കെ ഇഷ്ടംപോലെ കാനങ്ങളൊക്കെ ഇല്ല. ആ കാനങ്ങളൊക്കെ അങ്ങോട്ടും ഒക്കെ ഉണ്ട്. ഈ കാനം പിന്നെ കാട എന്നുള്ള പേരും ഉണ്ട്. കാട്, കാനം എന്നൊക്കെ ഉള്ള പേരുകളൊക്കെ വരുന്ന സ്ഥലങ്ങളൊക്കെ ആ കാലങ്ങളിലൊക്കെ ഏതാനും 2-3 പിന്നെ ശതാബ്ദങ്ങൾക്ക് മുമ്പ് അതൊക്കെ കാടായിരുന്ന സ്ഥലമാണ്. അപ്പൊ അങ്ങനെ കണ്ടവാനം കൈത ഉണർന്ന കാട് കൈതക്കാണ്. ഇങ്ങനെയൊക്കെ അല്ല വലിയ നെടിയ കാട്, തെളുങ്കാട്, ഇങ്ങനെയൊക്കെ പറഞ്ഞുള്ള പേരുകളൊക്കെയാണ്. ചാമാനിക്കാട്, പോത്താനിക്കാട്, പ്രകൃതിയില് സ്വാഭാവികമായിട്ട് കാണുന്ന പിന്നെ എല്ലാ ജീവികളും വന്യജീവി, വൈൽഡ് ലൈഫ് എന്നുള്ള നിർവചനത്തിൽ പെടുത്തി. പിന്നെ വന്യമൃഗങ്ങൾ, വൈൽഡ് ആനിമൽസ് എന്നാൽ എന്ത് എന്നുള്ളത് നിർവഹിച്ചു. അത് പറഞ്ഞത് ഈ ഷെഡ്യൂളുകളിൽ ഈ ആക്ടിന്റെ ഈ പട്ടികകൾ, ആ പട്ടികകളിൽ കാണുന്ന ആനിമൽസ് എല്ലാമാണ് വൈൽഡ് ആനിമൽസ്, വന്യമൃഗങ്ങൾ. മറ്റേത് വന്യജീവി, വൈൽഡ് ലൈഫ്. വൈൽഡ് ലൈഫിനകത്ത് എല്ലാം പെടും. സസ്യങ്ങളും പെടും, ജന്തുക്കളും പെടും, സ്വാഭാവികമായി പ്രകൃതിയിൽ കാണുന്നത് എല്ലാം പെടും. വന്യമൃഗങ്ങൾ എന്നുള്ളതിനകത്ത് ഷെഡ്യൂളിൽ കാണിച്ചിട്ടുള്ള ആനിമൽസ് എല്ലാം പെടും. അതിൽ തന്നെ ചില ഷെഡ്യൂളുകളൊക്കെ കൂടുതൽ പ്രാധാന്യമുള്ളതാണെന്ന്, കൂടുതൽ പ്രാധാന്യമുള്ളതല്ല, ആ ഷെഡ്യൂളിലെ ആനിമൽസിനെ ഉപദ്രവിക്കുന്നതോ കൊല്ലുന്നതോ ഒക്കെ അതികഠിനമായ ശിക്ഷയ്ക്ക് വഴിവെക്കുന്നതാണ് എന്ന് നിഷ്കർഷിച്ചു. അപ്പം അതിനകത്ത് സാധാരണ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നമുക്ക് എൻഡേഞ്ചേർഡ് ആയിട്ടോ അല്ലെങ്കിൽ അപൂർവമായിട്ടോ അല്ലെങ്കിൽ വംശനാശ ഭീഷണി നേരിടുന്നതായിട്ടോ ഒക്കെയുള്ള ആനിമൽസിനെയൊക്കെയാണ് കൂടുതൽ ഈ ശിക്ഷയ്ക്ക് അർഹമാകുന്ന ഷെഡ്യൂളുകളിൽ പെടുത്തിയിട്ടുള്ളത്. അപ്പൊ അത്തരം ആനിമൽസിനെ കൊല്ലുന്നതോ അത്തരം ആനിമൽസിനെ കെണിയിട്ട് പിടിക്കുന്നതോ അതിനെ ഉപദ്രവിക്കുന്നതോ ഒക്കെ കഠിനമായ ശിക്ഷയാണ്. ബാക്കിയുള്ള ആനിമൽസിന് അത്രയും കഠിനമായ ശിക്ഷയില്ല എങ്കിലും അതും സാമാന്യം കഠിനമായ ശിക്ഷ തന്നെയാണ് അത്തരം ആനിമൽസിനെ ഹണ്ട് ചെയ്യുന്നതിന്. എന്നുവെച്ചാൽ അതിന് ഹണ്ടിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊല്ലണമെന്നില്ല, അതിനെ നേർ ചെയ്യുക അല്ലെങ്കിൽ പിടിക്കുക, ഉപദ്രവിക്കുക, ഇതെല്ലാം ഹണ്ടിങ്ങിന്റെ നിർവചനത്തിൽ വരും. അപ്പം ആ ആനിമൽസിനെ ഉപദ്രവിക്കുന്നതും കൊല്ലുന്നതും എല്ലാം കഠിനമായ ശിക്ഷയാണ്. ചില ഷെഡ്യൂളിൽ പെട്ടതിനെ കൊല്ലുന്നത് കൂടുതൽ കഠിനമായ ശിക്ഷയാണ്. കരിമ്പ് കൃഷി ചെയ്തു പട്ടയമുള്ള സ്ഥലത്തൊക്കെയാണ് ഞാൻ കൃഷി ചെയ്തതാണ്. എനിക്ക് പട്ടയം ലഭിച്ച സ്ഥലമാണ്. പക്ഷെ എന്ത് പറ്റുമെന്നറിയാമോ, ഈ ആനകളൊക്കെ ഇങ്ങനെ സഞ്ചരിക്കുന്നത് അത് വളരെ കാലമായിട്ട് ഇങ്ങനെ തലമുറകളായിട്ട് സഞ്ചരിച്ചുകൊണ്ടിരുന്ന പഥങ്ങളിലൂടെയാണ് ആനകളൊക്കെ ഇങ്ങനെ. അതെന്താ നോട്ടം, തീറ്റയുണ്ടോ, വെള്ളമുണ്ടോ, തണലുണ്ടോ, അതിന് ചവിട്ടാൻ പറ്റിയ മണ്ണുണ്ടോ, മറിഞ്ഞു വീഴാത്ത സ്ഥലമുണ്ടോ, ഇതെല്ലാം നോക്കിയിട്ടാണ് ആനകൾ നടക്കുക. അല്ലാതെ ആനകൾ സർവേ നമ്പരും ഇടുകയൊന്നും നോക്കിയിട്ടല്ല നടക്കുന്നത്. ആന നടക്കുന്നത് ഇതെല്ലാം ഉണ്ടോ നോക്കിയിട്ട് ഇങ്ങനെ നടക്കും. അത് തന്നെ നടക്കുന്നത് എങ്ങനെയാണ്, ഈ ആനകളുടെയൊക്കെ നേതാവായിട്ട് മുത്തശ്ശി ആനയുണ്ട്. അയാള് കഴിഞ്ഞ കൊല്ലം കൊണ്ടുപോയ വഴി ഇയാളെ കൊല്ലം നടക്കുന്നതേ ഉള്ളൂ. അപ്പൊ അതിന്റെ മെമ്മറി അങ്ങനെയാണ് വരിക. കഴിഞ്ഞ അത് ഒരു കൊച്ചു കുട്ടിയാനായിരുന്ന കാലത്ത് അത് ഇങ്ങനെ പോയിരുന്നൊരു റൂട്ടുണ്ട്. അപ്പൊ വേനൽക്കാലത്ത് വേനൽക്കാലത്ത് എവിടെ വെള്ളം ഉള്ളതെന്നൊക്കെ
തലമുറകളായിട്ട് അതിനറിയാം. അപ്പോൾ വേനൽക്കാലത്ത് പതാലുകളൊക്കെ ഉണ്ട്, വെള്ളമുള്ള സ്ഥലമുണ്ട്, അതിലെ പോയി ഇങ്ങനെ പോകുമ്പോൾ അവിടെയൊക്കെ തീറ്റ ഉണ്ടോ എവിടെയൊക്കെയാണെന്നറിയാം, ഈറ്റ ഉള്ളത് എവിടെയാണെന്നറിയാം, പുല്ലുള്ള എവിടെയാണെന്നറിയാം. അപ്പോൾ അങ്ങനെ ഈറ്റയും പുല്ലും വെള്ളവും ഒക്കെ നോക്കി തണലും ഒക്കെ നോക്കിയിട്ട് വേനൽക്കാലത്ത് ഇങ്ങനെ അങ്ങോട്ട് പോകും. പിന്നെ മഴക്കാലം വരുമ്പോഴത്തേക്ക് തലയിൽ വല്ല മരം ഒടിഞ്ഞ് വീണ് ഇഞ്ചുറി പറ്റാതിരിക്കാൻ വലിയ മരക്കെട്ടുള്ള സ്ഥലത്തൂടെ പോകാതിരിക്കുക എന്നുള്ളത് എന്ന് മുത്തശ്ശിയാണ് പറഞ്ഞിട്ടുണ്ട്. വലിയ മരക്കെട്ടിൻ്റെ കീഴിൽ പോയി നിൽക്കരുത്, മഴയുള്ളപ്പോൾ ഇങ്ങോട്ട് മാറി നിൽക്കണം, അല്ലെങ്കിൽ വല്ല മരം ഒടിഞ്ഞ് തലയിൽ വീഴും എന്നുള്ള അതിനറിയാതെ. അപ്പോൾ അതിൻ്റെ സ്വയരക്ഷ കണക്കാക്കിയിട്ട് ഏതെല്ലാം റൂട്ടിൽ കൂടെ ഒക്കെ പോയാലേ വലിയ അപകടമില്ലാതെ ഒരു കൊല്ലം ആ റൂട്ട് ആ പ്രയാണം നടത്തി കിട്ടാം എന്നതിൻ്റെ ഒരു ഇൻ്റർ ജനറേഷണൽ മെമ്മറി, അങ്ങനെ ഒരു മെമ്മറി ഉപയോഗിച്ചിട്ടാണ് വന്യജീവികളൊക്കെ ഇങ്ങനെ സഞ്ചരിച്ചു വരുന്നത്. അപ്പോൾ അത് പോകുന്ന വഴിക്ക് ഇങ്ങനെ ഒരു തീയതിക്ക് പട്ടയം കിട്ടുകയും നമ്മൾ നെല്ലിറക്കുകയും കരിമ്പ് കൃഷി ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ പുള്ളിക്കാരൻ വരുമ്പോൾ അതിൻ്റെ പട്ടയം കിട്ടിയ കാര്യമൊന്നും പുള്ളി അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് അതിൽ വരുന്നത് മാത്രമേ ഉള്ളൂ. അതിൽ വന്നിട്ട് വരുമ്പോൾ നെല്ല കണ്ടതെങ്കിൽ പറിച്ച് തിന്നുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ചില സ്ഥലങ്ങളിലൊക്കെ കരിമ്പായിട്ടതെങ്കിൽ കരിമ്പാണെങ്കിൽ പിന്നെ തിന്നാതിരിക്കുമോ, ആന കരിമ്പും കയറിയാൽ പിന്നെ കരിമ്പ് പൊടിച്ച് കളയാതിരിക്കും. അപ്പോൾ മനഃപൂർവ്വമല്ല, ആളുകളെ ദ്രോഹിക്കാനുമല്ല, പക്ഷെ അതിൻ്റെ ഒരു രീതിയിൽ. അപ്പം ആ ഒരു സംഗതിയായിട്ട് നമ്മൾ അതിൻ്റെ ബിഹേവിയർ, വൈൽഡ് ലൈഫ് ബിഹേവിയറുമായി സമരസപ്പെട്ടു പോകുന്ന തരത്തിലുള്ള പരിഹാര മാർഗങ്ങളാണെങ്കിൽ മാത്രമേ നമുക്ക് ശാശ്വതമായിട്ട് നമ്മുടെ ശ്രമങ്ങൾക്കൊക്കെ ശാശ്വതമായ ഫലം കാണുകയുള്ളൂ. അപ്പോൾ ആനകളുടെ ബിഹേവിയർ അനുസരിച്ചുള്ള പരിഹാര മാർഗങ്ങൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എപ്പോഴും ഒരു കോൺഫ്ലിക്റ്റ് നിൽക്കത്തുള്ളൂ. നമ്മളിപ്പോൾ ആന പോകുന്ന വഴിക്ക് നമ്മൾ ഒരു ആനയ്ക്ക് പോകാതിരിക്കാൻ നിവൃത്തി ഇല്ലാത്ത ചില വഴികളിലൊക്കെ നമ്മൾ കിടങ്ങ് ഒഴിക്കുക, അല്ലെങ്കിൽ മറ്റേ ഇലക്ട്രിക്കൽ ഈ പൾസ് ചെയ്യുന്ന, അതായത് ചെറിയൊരു ഷോക്ക് കിട്ടും ഇടയ്ക്കിടയ്ക്ക്. ഈ കുട്ടികളുടെ അറിവിലായിട്ടാണ് ഞാനിതൊക്കെ അത്ര വിശദമായിട്ട് പറയുന്നത്, ബാക്കി എല്ലാവർക്കും അറിയാമെന്ന് എനിക്കറിയാം. അതായത് ഈ വൈദ്യുതി വേലി എന്ന് പറയും, എന്ന് വെച്ചാൽ ഒരു ബാറ്ററിക്കകത്തുനിന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആന വന്ന് തൊട്ടാൽ എന്നൊരു അടി കിട്ടും. ഇത്രയും ചത്തുപോകത്തൊന്നുമില്ല, ഒരു ചെറിയൊരു പൾസ് കിട്ടും. അപ്പോൾ അതങ്ങ് പൊക്കോളും. അത്തരമാണ് വൈദ്യുതി വേലി. നമ്മൾ ആന വരുന്നിടത്തൊക്കെ ഇടാറുണ്ട്. ഒരു ബാറ്ററിക്കകത്തുനിന്നുള്ള സപ്ലൈ ആണ്. അപ്പോൾ ഇൻ്റർമീഡിയൻ്റ് ആണ്, പൾസാണ്, അല്ലാതെ സ്ഥിരമായിട്ട് കറണ്ട് പോകത്തില്ല. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരും. ഹൈ വോൾട്ടേജും ലോ ആംബിയറേജും. വെരി ലോ ആംബിയറേജിലേക്ക് മില്ലി ആംബിയർ, മൈക്രോ ആംബിയർ വോൾട്ടേജ് കാണും. ഇത് കിട്ടും, അത്രേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു വൈദ്യുതി വേലി ഇടുക, അല്ലെങ്കിൽ ഒരു കിടങ്ങ് ഒഴിക്കുക. പിന്നെ ഇനി അതല്ലെങ്കിൽ നമ്മൾ പിന്നെ വൈദ്യുതി വേലിയാകാം, കിടങ്ങാകാം, അല്ലെങ്കിൽ ചിലപ്പം ഒരു പക്ഷേക്കിൽ വടക്കം വെക്കാറില്ല. നമ്മൾ വടക്കം വെക്കാം, നാട്ടുകാർ വെക്കും, പടക്കം വെക്കുക. അതിവിടെ വരുമ്പോ പൊട്ടിക്കണം, പടക്കം വെക്കാം. ഇങ്ങനെയൊക്കെയുള്ള ചില സൂത്രങ്ങളിലൊക്കെയാണ് നമ്മളതിനെ എങ്ങനെയെങ്കിലും. പക്ഷെ എന്തൊക്കെ ചെയ്താലും ഇതിൻ്റെ ഈ ബിഹേവിയറിനകത്ത് വലിയൊരു മാറ്റം വരണമെങ്കിൽ ഒരുപാട് കാലമൊക്കെ എടുത്താലേ വരത്തുള്ളൂ. അല്ലാതെ ഒരു ദിവസം കൊണ്ടൊന്നും അതിൻ്റെ ബിഹേവിയർ മാറത്തില്ല. ചുരുക്കത്തിൽ ആ ആന എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അവിടെ വന്നിട്ട് കറങ്ങി തിരിഞ്ഞിട്ട് നടക്കും. സംതിങ് ഈസ് റോങ് എന്നാണ് എനിക്ക് മനസ്സിലാവും. ഞാൻ വന്ന വഴിക്കുള്ള ഒരു തടസ്സമാണ്. അപ്പോൾ അതിന് മനുഷ്യനെ പോലെ ബുദ്ധിയൊന്നുമില്ല. ഇനി അപ്പുറത്തൂടെ കയറി പോകാനുള്ള ബുദ്ധിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അത് ആകെപ്പാടെ തട്ടി തിരിഞ്ഞ് അവിടെയൊക്കെ കിടക്കും. പിന്നെ അതിന് തന്നെ ഒരു ആ റൂട്ട് ക്ലിയർ ആവാത്തത് കൊണ്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോവുകയും പിന്നെ ആകെപ്പാടെ ബുദ്ധിമുട്ടാവുകയും അവിടെ കിടന്ന് ചിഹ്നം വിളിക്കുകയും 3-4 ദിവസം പോകാതിരിക്കുകയും ഒക്കെ ചെയ്തിട്ട് ആളുകൾക്കൊക്കെ വലിയ ഭയപ്പാടും വിഹുലതയും ഒക്കെ ഉണ്ടാക്കാറുമുണ്ട്. ആന പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആന പോകാൻ ഇച്ഛിച്ച വഴി മാത്രമേ പോവുള്ളൂ, അല്ലാതെ നമ്മൾ കൽപ്പിച്ച വഴി ആന പോകില്ല. ഇപ്പൊ ആന കിഴക്കോട്ട് പോകാൻ വന്ന ആനയെ പടിഞ്ഞാറ് ഓടിക്കാൻ വലിയ പാടാണ്, പോവില്ല. കിഴക്കോട്ട് പോകുന്ന ആനയെ കിഴക്കോട്ട് തന്നെ ഓടിക്കാമെങ്കിൽ കിഴക്കോട്ട് പോകും. പ്രായോഗികമായിട്ട് നമുക്ക് പലപ്പോഴും വരുന്ന ഒരു പ്രശ്നമാണ്. ഇപ്പൊ ആന ഒരിടത്ത് വന്ന് കൃഷിസ്ഥലത്ത് ആന ആക്രമിച്ചു, ആനയെ തിരിച്ചു ഓടിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മനസ്സിലൊരു റൂട്ടുണ്ട്. അയാൾ അങ്ങോട്ട് പോകാനേ നോക്കുള്ളൂ. നമ്മൾ പടിഞ്ഞാട്ട് ഓടിച്ചാൽ അത് കുറേ ദൂരം ഓടും, എന്നിട്ട് പിന്നെയും വരും. അപ്പം പിറ്റേ ദിവസം വരും. കാരണം എന്താ കഴിഞ്ഞാൽ അയാൾക്ക് അങ്ങോട്ടേ പോകണ്ടു, കിഴക്കോട്ടേ പോകണ്ടു. കിഴക്കോട്ട് വിട്ടാൽ പോകുള്ളൂ, പക്ഷെ പടിഞ്ഞാട്ട് ഓടിച്ചു കഴിഞ്ഞാൽ അത് പിന്നെയും തിരിച്ചു. അപ്പം ഇങ്ങനെയുള്ള ചില ബിഹേവിയർ സംഗതികളും കൂടെ മനസ്സിലെടുത്തിട്ട് വേണം നമ്മളെ ഈ വന്യജീവി ഇത് മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ് വരുന്ന സ്ഥലങ്ങളിലൊക്കെയുള്ള ഒരു നമ്മുടെ സ്ട്രാറ്റജി നിർണ്ണയിക്കാൻ.
എങ്കിൽ മാത്രമേ അത് സക്സസ് ആവത്തുള്ളൂ. അങ്ങോട്ട് പോകാൻ ഉദ്ദേശിച്ച ആനക്കൂട്ടത്തിനെ ആ വേർഡിൽ തന്നെ വിട്ടാലേ പറ്റുള്ളൂ. അത് നമ്മുടെ അനുഭവം കൊണ്ട് അറിയണം. അതറിയണം.